ഹലോ ഫ്രണ്ട്സ്. ഞാനിന്നൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്രധാനമായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില മിറാക്കിൾസ് ആണ്. നിങ്ങൾക്കറിയോ, ഞാൻ ഒരു വട്ടപൂജയായിരുന്നു. വട്ടപൂജ എന്ന് പറഞ്ഞാൽ ബിഗ് സീറോ. എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല. എനിക്ക് കാർ ഉണ്ടായിരുന്നില്ല. എൻ്റെ പാരൻസിന് മുങ്ങിക്കിടക്കുന്ന പോലെയുള്ള കടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കടം കേറി ഗതികെട്ട് നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന കുടുംബമായിരുന്നു ഞങ്ങളുടെ. അവിടെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. വെറും വെളിച്ചെണ്ണയും ചോറും മാത്രം കൂട്ടി തിന്ന് വിശപ്പടക്കിയിരുന്ന ഒരു സമയം എനിക്ക് എന്റെ ബാല്യകാലത്തുണ്ടായിരുന്നു. ആ, നല്ല വസ്ത്രമില്ലാതെ, കഴിക്കാൻ നല്ല ഭക്ഷണമില്ലാതെ, നല്ല വസ്ത്രം, നമ്മളുടെ ഡ്രസ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. എന്ത് ബോറാണ് നിന്റെ ഡ്രസ്സ്. കാരണം അത് മേടിച്ചു തരാനേ എന്റെ പാരന്റ്സിന് അപ്പൊ സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തെ കാര്യമാണ് പറഞ്ഞത്. അന്നൊക്കെ എനിക്ക് പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന 300 രൂപയാണ്. കഥകളൊക്കെ പിന്നെ ഞാൻ പറയാം. ഒരുപാടുണ്ട് പറയാൻ. എനിക്കറിഞ്ഞൂടാ. എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ കഥ മുഴുവൻ പറഞ്ഞുതരാം. അവിടെ നിന്ന് എന്റെ കോളേജ് കാലഘട്ടം കഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിപ്പോ ഇന്നിപ്പോ ഈ പൊസിഷനിൽ ഇരിക്കുന്നത്. ഇന്നിപ്പോ എന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. കോടികളുടെ വീടുണ്ട്. ലക്ഷങ്ങൾ വിലയുള്ള കാറുണ്ട്. വാഹനങ്ങളുണ്ട്. എനിക്ക് സെൻട്രൽ ഗവൺമെന്റിൽ വളരെ ഉയർന്ന ഒരു പൊസിഷനിലുള്ള ജോബുണ്ട്. വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ജോബ്. എന്റെ കീഴെ കുറെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. വലിയ ഹൈ പ്രൊഫൈലിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് അനോണിമസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം. എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം. എനിക്കൊന്നും വേണ്ട. നിങ്ങളുടെ 1 രൂപ വേണ്ട. 5 പൈസ വേണ്ട. എനിക്ക് അതിനുള്ളത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് മാസം വരുമാനം കിട്ടുന്നുണ്ട്. കോടികളുടെ ആസ്തിയുണ്ട് എനിക്ക്. എനിക്ക് വീട്, കാറ് എല്ലാം ഉണ്ട്. നല്ല പാർട്ട്ണർ എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും അല്ലാതിരുന്ന ഞാൻ, വെറും സീറോ ആയിരുന്ന ഞാൻ, മുങ്ങിപ്പോയിക്കൊണ്ടിരുന്ന എന്റെ കുടുംബത്തെ എനിക്ക് നെഞ്ചിൽ കൈവച്ച് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും, ഞാനാണ് എന്റെ കുടുംബത്തെ രക്ഷിച്ചത്. ഒന്നും അല്ലാതിരുന്ന എന്റെ ഫാമിലി, എന്റെ പാരന്റ്സ് രണ്ടുപേരും സുഖമില്ലാത്ത ആൾക്കാരാണ്. രണ്ടുപേർക്കും ഹാർട്ട് ഡിസീസ്, അതുപോലെ സ്ട്രോക്ക്, പാരലിസിസ് എല്ലാം വന്നിട്ടുള്ള ആൾക്കാരാണ്. എനിക്കൊരു ബ്രദർ ഉണ്ട്. വളരെ കുഞ്ഞനിയനായിരുന്നു. അവനെയും പഠിപ്പിച്ചതും രക്ഷപ്പെടുത്തിയതും അവനിപ്പോ നല്ലൊരു പൊസിഷനിൽ ഇരിക്കും. നല്ലൊരു ജോബ് ഉണ്ട് അവന്. എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാണ് ഞാൻ എന്റെ ഫാമിലി ഈ അവസ്ഥയിൽ എത്തിച്ചത്. എന്റെ പ്രത്യേകം കഴിവൊന്നുമല്ല. ഇറ്റ് വാസ് ജസ്റ്റ് എ മിറാക്കിൾ, മിറാക്കിൾ. അത് വെറും ഒബ്വിയസ്ലി ഹാർഡ് വർക്ക് ഉണ്ട്. അതിന്റെ പുറകെ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ഭക്ഷണമില്ലാത്ത സമയത്തും പഠിച്ചിട്ടുണ്ട്. രാത്രിയിൽ 3 മണി വരെ അല്ലെങ്കിൽ നേരം വെളുക്കുന്നവരെ പഠിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ പുറത്ത് കറങ്ങാൻ പോകുന്ന സമയത്തും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. 200 രൂപ ദിവസക്കൂലിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൂടി പിന്നെ 18,000, പിന്നെ 60,000, 20,000, 1,50,000, 2,00,000 രൂപയായി സാലറി ആയിട്ട് കൂടിയിട്ടുണ്ട്. എന്റെ കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നെ ഒരിക്കൽ ഞാൻ വിശദമായിട്ട് പറയാം. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു തുള്ളി കണ്ണീര് പോലും എന്റെ പാരന്റ്സിന്റെ മുന്നിൽ നിന്ന് ഞാൻ പൊഴിച്ചിട്ടില്ല. ചില സമയങ്ങളിൽ ഞാൻ പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ ഞാൻ കരഞ്ഞിട്ടില്ല. കരയുന്ന എല്ലാ രാത്രിയിൽ വാതിലടച്ചിട്ട് കരഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പൂർവാധികം ശക്തിയോടെ ആയിരിക്കും ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടാവുക. ആ ഒരു ലൈഫിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എന്റെ ലൈഫിൽ നേടിയെടുത്ത ചില അറിവുകളുണ്ട്. അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എനിക്ക് അറിഞ്ഞൂടാ എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന അറിഞ്ഞൂടാ. ഓൾറെഡി ഞാൻ വളരെ ബിസി ആയിട്ടുള്ള പേഴ്സൺ ആണ്. ആഹ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, എന്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഞാൻ ഈ ലൈഫിൽ ഭയങ്കര കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. അന്നൊന്നും എന്റെ അടുത്ത് സാരമില്ല, പോട്ടെ, നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനുണ്ട്, അല്ലെങ്കിൽ എല്ലാം ശരിയാകും എന്ന് പറയാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അല്ല, നീ ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്താൽ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതാണ്. ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ്. ചിലപ്പോൾ ചില ബുക്കുകളിൽ നിന്ന് കണ്ടുപിടിച്ചാണ്, ചില വീഡിയോസ് കണ്ടുപിടിച്ചാണ്. വീഡിയോസ് ഒക്കെ ഈ അടുത്താണ് കാണാം. അന്നൊന്നും വീഡിയോസ് കാണാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഫോണോ അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മുടെ അടുത്ത്. അപ്പൊ അതൊക്കെ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ കുറെ കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു തരണം. എത്ര ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആഹ് അതുകൊണ്ട് ഒരാളുടെയെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ എനിക്കത് മതി. കാരണം നമ്മളുടെ ഒരു ജോബ് പ്രൊഫൈലും നമ്മളുടെ ഒരു പൊസിഷനും വെച്ച് എനിക്കൊരിക്കലും ഒരുപാട് സാധാരണക്കാരായ ആൾക്കാർക്ക് എന്നെ ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.
കാരണം നമ്മുടെ ജോബ് പ്രൊഫൈൽ അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ അതുപോലെ എനിക്ക് പറ്റുന്ന ആൾക്കാരെ ചെറിയ കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഞാൻ അവർക്ക് പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് കുറെ ആൾക്കാർ അറിയണം ഇതിനെപ്പറ്റി. എനിക്കത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം. ഞാൻ ഒരിക്കൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടും. പക്ഷെ ഇപ്പോഴല്ല. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. പക്ഷെ അതിന് എനിക്ക് എൻ്റെ ലൈഫിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകണം. ഇപ്പോഴുള്ളത് ഞാൻ വളരെ കംഫർട്ടബിൾ പൊസിഷനാണ്. പക്ഷെ ഞാൻ എപ്പോഴും എല്ലാവരോടും എനിക്കറിയുന്നവരോട് ഞാൻ പറയുന്ന കാര്യമാണ്. ഒരിക്കലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഇരുന്ന് പോവരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ലെവലിലേക്ക് നിങ്ങൾ പോണം. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞാൻ ഉള്ള സാഹചര്യത്തിൽ നിന്നും ഞാൻ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ട് അതെന്താണെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. പക്ഷെ കുറച്ച് സമയം എടുക്കും. ആ സമയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. എനിക്ക് നേരിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം. പക്ഷെ ഇപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വേണ്ട. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ഉറപ്പ് തരാം, ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലൈഫ് ചലഞ്ചസിനെ എങ്ങനെ നേരിടാനെ പറ്റി ഒരുപാട് കോഴ്സ്. ഞാൻ ഒരിക്കലും പൈസ മേടിച്ച് ഒരു കോഴ്സ് ഞാൻ ചെയ്യില്ല. എൻ്റെ ലൈഫിൽ ചെയ്യില്ല. നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇപ്പോ കഥ എങ്ങനെ വെറും സീറോയിൽ നിന്ന് വെറും മണൽത്തരിയുടെ അത്ര പോലും വിലയുണ്ടായിരുന്നില്ല എനിക്ക്. കടം കേറി മുടിഞ്ഞ ഒരു അച്ഛന്റെ അമ്മയുടെയും മകളാണ് ഞാൻ. ഞാന് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. വണ്ടിന്ന് ചിന്തിക്കാൻ പോലും വയ്യ. അന്നന്നത്തെ ഭക്ഷണം കിട്ടുന്നത് തന്നെ പുണ്യമായിരുന്നു. കറിയൊന്നും ഉണ്ടാവില്ല മിക്ക ദിവസവും വെളിച്ചെണ്ണ ഉപ്പും മാത്രം കൂട്ടി കുഴച്ച് കഴിച്ച ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. പഴകി ഉടുപ്പിട്ട് കോളേജിൽ പോയിട്ടുണ്ട്. കൂട്ടുകാരുടെ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ അഭിമാനത്തോടെ പറയാം, അവരിൽ ഏതൊരാൾ നിൽക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ പൊസിഷനിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പോ ഈ ലോകത്തെ എത്ര ലക്ഷറിയസ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണെങ്കിലും എന്തും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ എനിക്കിപ്പോ ഉണ്ട്. അത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താണ്. അതുപോലെ ഞാൻ നേടിയെടുത്ത ചില അറിവുകളിൽ നിന്ന് ഞാൻ അറ്റൈൻ ചെയ്ത കാര്യമാണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ലൈഫിൽ നമ്മൾ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ എല്ലാവരും കടന്നു. ലൈഫിൽ വളരെ കാറ്റസ്ട്രോഫിക് ആയിട്ട് നമ്മളെ തകർത്ത് കളയുന്ന, നമ്മൾ ഇനി എന്തിനാ എന്റെ ലൈഫ് ഇവിടെ തീർന്നു, ഇങ്ങനെ അപമാനം സഹിച്ച്, ഇങ്ങനെ നാണം കെട്ട്, ഇങ്ങനെ വിലയില്ലാതെ എനിക്കിനി ജീവിക്കണ്ട എന്ന് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യം നമ്മുടെ ലൈഫിൽ വരും. അത് ചിലപ്പോ റിലേഷൻഷിപ്പിന്റെ ഫെയിലിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാരുടെ കുത്തുവാക്കുകളും പരിഹാസവും അപമാനവും ആയിരിക്കാം, അല്ലെ ചിലപ്പോ മാരേജ് കഴിഞ്ഞിട്ടുള്ള അവിടെയുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളായിരിക്കാം, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളതായിരിക്കാം. അങ്ങനെ പല ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടാകാത്ത ആൾക്കാർ വളരെ വിരളമായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ മക്കളെ, നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് ആണത്. ആ ഒരു പോയിന്റിൽ നിങ്ങൾ ആ ഒരു പോയിന്റിനോട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നു, അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചോ, ഇനി ഞാൻ വിജയിച്ചു, ഞാൻ വിജയിച്ചു. ബിക്കോസ് നമ്മളുടെ ലൈഫിലെ വളരെ നമ്മളെ തകർത്ത് കളയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ, അതാണ് നമ്മളുടെ കാറ്റലിസ്റ്റ്. അതാണ് നമ്മളെ അതിൽ നിന്നും പുറത്തെത്തിക്കാനുള്ള, നമ്മുടെ ജീവിതം തന്നെ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ കാറ്റലിസ്റ്റ് അതായിരിക്കും. അത് നമ്മളുടെ ജീവിതത്തിൽ വീഴുന്നതോടുകൂടി നമ്മൾ ലൈഫിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയൊരു വെടിമരുന്നായിട്ട് അത് പ്രവർത്തിക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഒരു വലിയ പ്രശ്നം വരുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ റിയാക്ട് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് വീടിന്റെ മൂലയ്ക്ക് പോയിരുന്ന് കരഞ്ഞ് സങ്കടപ്പെട്ട് നമുക്ക് അയ്യോ എന്റെ ജീവിതം തീർന്നു, എന്നെ ആരുമില്ല സപ്പോർട്ട്, എനിക്ക് ആരുമില്ല, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ ദൈവം, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെയും പഴി പറഞ്ഞ്, അല്ലെങ്കിൽ വീട്ടുകാരെയും പഴി പറഞ്ഞ്, അല്ലെങ്കിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴി പറയാൻ പറ്റുന്ന ആൾക്കാരെ എല്ലാം പഴി പറഞ്ഞ് സ്വയം പഴിച്ച് സങ്കടപ്പെട്ടിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് സങ്കടപ്പെട്ട് വല്ല കള്ളോ മയക്കുമരുന്നോ കഞ്ചാവോ വഴി അങ്ങനെയും പോവാം. അങ്ങനെ നമുക്ക് ഇതാക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ വഴി എന്താ,
ഇല്ല. ഈ ഒരു സാഹചര്യത്തിലും എന്നെ തകർക്കാൻ പറ്റത്തില്ല. ഈ ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ എനിക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ സാഹചര്യം എന്റെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചാൽ മാത്രമേ പറ്റൂ. നിങ്ങളെ രക്ഷിക്കാൻ ലോകത്ത് ഒരാളും വരില്ല. ഒരു രാജകുമാരനും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. ഒരാള് നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. ഈ പറയൂലോ നിനക്ക് ഞാനുണ്ട്, നിനക്ക് എനിക്ക് നീ ഉണ്ടെന്ന് ഒരാളും ഉണ്ടാവില്ല മക്കളെ, ഒരാളും ഉണ്ടാവില്ല. കയ്യിൽ പണമുണ്ടോ? കയ്യിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ടോ? കയ്യിൽ അധികാരമുണ്ടോ? ആൾക്കാര് നിങ്ങളുടെ പുറകെ ക്യൂ നിൽക്കും. കയ്യിൽ ഒന്നുമില്ലേ? കയ്യിൽ പണമില്ലേ? നിങ്ങൾ ഒന്നുമല്ല. നിങ്ങൾ ലൈഫിൽ വെറും ഒരു മണൽത്തരിക്ക് അത്രയും പോലും വിലയില്ലാത്ത ഒരാളാണ്. ഒരാളും ഉണ്ടാവില്ല. ചിലപ്പോൾ പാരന്റ്സ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ അച്ഛനമ്മയും ഉണ്ടാവും നമ്മുടെ കൂടെ. നമുക്കൊന്നുമില്ലെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന പാരന്റ്സ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പാരന്റ്സും ഇല്ലാത്തവരുണ്ട്. സ്വന്തം വീട്ടിൽ തന്നെ മക്കളെ രണ്ടായിട്ട് തിരിച്ചു കാണുന്ന പാരന്റ്സ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ജോലിയും പണവും ഉള്ള മകനെയും ജോലിയും പണമില്ലാത്ത മകളെയോ മകനെയോ ഒന്നും അല്ലാത്ത വിലയില്ലാത്ത ഒരു പുഴുവിനെ പോലെ കാണുന്ന പാരന്റ്സും ഉണ്ട്. വീട്ടിൽ പോലും സപ്പോർട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട് ഈ ലോകത്ത്. ഞാൻ പറയാം മക്കളെ, പൈസ ഉണ്ടാക്ക്, പണം ഉണ്ടാക്ക്. നിങ്ങളുടെ കൂടെ എല്ലാം വരും. അധികാരം നേട്, എല്ലാം വരും നിങ്ങളുടെ കൂടെ. നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആവ്, എല്ലാം നിങ്ങളുടെ കൂടെ വരും. പക്ഷെ അതിനുവേണ്ടി ഒരാള് നിങ്ങൾക്ക് ഒന്നും തരത്തില്ല. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കാരണവന്മാരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തിനു കാരണവന്മാർ ഉണ്ടാക്കിയെന്ന് നോക്കാൻ നിൽക്കുന്നേ? നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ? ഒരു കാരണവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 10 ഏക്കർ ഭൂമി ഉണ്ടാക്കി അല്ലെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ 10 ഏക്കർ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ? ഞാൻ ഉണ്ടാക്കിയല്ലോ. ഞാനൊരു പെണ്ണല്ലേ. ഞാൻ 10 ഏക്കറൊന്നും ഇല്ല. പക്ഷെ സ്വന്തം ഫാമിലിയെ ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ രക്ഷിച്ച് ഇപ്പൊ അവര് 1 കോടിക്ക് മേലെയുള്ള ഒരു വീട്ടില് അവര് സന്തോഷമായിട്ട് താമസിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ കാറ്, പണം, എന്റെ അമ്മയൊന്നും സ്വർണ്ണമൊന്നും ഇട്ടിട്ട് പോലുമില്ല. വർഷങ്ങളോളം 10, 28 വർഷത്തോളം എന്റെ അമ്മ സ്വർണം പോലും ഇട്ടിട്ട് ഒരു കമ്മല്, ഒരു മുട്ട് കമ്മല് പോലും എന്റെ അമ്മ ഇട്ടിട്ടില്ല. സ്വർണ്ണമൊന്നും ഇല്ല. മൊത്തം അരവേ ഇട്ടിട്ടുള്ളൂ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ എന്റെ അമ്മയ്ക്ക് എല്ലാ തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഉണ്ട്. എല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തു. അതെനിക്ക് പറ്റിയില്ലേ? ഒന്നുമില്ലാത്തിടത്ത് നിന്നും എനിക്ക് പറ്റിയില്ലേ? ഒന്നുമില്ലാത്ത അച്ഛൻ്റെ അമ്മയുടെ മോളായിരുന്നു ഞാൻ. സ്വന്തമായിട്ട് വീട് പോലും ഇല്ലായിരുന്നു എനിക്ക്. സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ പോലും ഇല്ല. എന്റെ മേലെ ആരുമില്ല. ഞാനാണ് മൂത്തത്. എനിക്ക് താഴെ സഹോദരങ്ങളുണ്ട്. ആരും ഇല്ലായിരുന്നു എന്നെ സഹായിക്കാൻ. എനിക്ക് പറ്റിയില്ലേ? നിങ്ങൾക്കും പറ്റും. എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്റെയും നിങ്ങളുടെയും ഗോൾസ് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് പേഴ്സൺ ആണ്. എനിക്ക് ലൈഫിന്റെ എല്ലാ ലക്ഷറീസും വേണം. എനിക്ക് ലൈഫിൽ എത്രത്തോളം സക്സസ്ഫുൾ ആവാൻ പറ്റുമോ അത്രത്തോളം എനിക്ക് സക്സസ്ഫുൾ ആവണം. ഒരിക്കലും ഞാൻ ഇരിക്കുന്ന ഈ പൊസിഷനിൽ ഒരു 3 years to 5 years മാക്സിമം എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറം എനിക്ക് നെക്സ്റ്റ് ലെവൽ എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഈ ലോകത്ത് എന്തൊക്കെ ലക്ഷറീസ് ഉണ്ടോ അതെല്ലാം എനിക്ക് നേടണം. ഞാൻ ചങ്കി കൈവച്ച് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ കൈവച്ച് ഞാൻ പറയാം, ഇന്ന് വരെ തെറ്റായ ഒരു മാർഗത്തിലും ഞാൻ പോയിട്ടില്ല. തെറ്റായ ഒരു രൂപ പോലും ഞാൻ കൈക്കൂലിയായിട്ടോ പണമായിട്ടോ ഒന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഒന്നും. ഞാനിപ്പോ ചെയ്യുന്ന ജോലിയാണെങ്കിൽ സത്യം ഞാൻ ചെയ്തിട്ടില്ല. ഒരു രൂപ പോലും ഒന്നും ഒരാളിൽ നിന്നും ഒന്നും ഒരു സഹായവും വാങ്ങാതെ തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. അതെന്റെ വിൽ പവർ അല്ലെങ്കിൽ എന്റെ ഡ്രീംസ് എന്ന് പറയില്ലേ, അതുകൊണ്ട്. നേരായ വഴിയിൽ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. പണം ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ട് മക്കളെ. നിങ്ങളുടെ മുന്നിൽ ഇഷ്ടം പോലെ പണമുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ലോകത്തെ വലിയ വലിയ കോടീശ്വരന്മാരായ ആൾക്കാരുടെ പാരന്റ്സ് എല്ലാവരും കോടീശ്വരന്മാരാണോ? അല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ മുന്നിൽ കാണുന്ന ലോക കോടീശ്വരന്മാർ, ശതകോടീശ്വരന്മാർ, അവരുടെ എല്ലാം പാരന്റ്സ് അവർക്ക് കയ്യിൽ പൈസ കൊണ്ട് കൊടുത്താണോ? അല്ല. അവരുണ്ടാക്കിയതാണ് അവരുടെ കിങ്ഡം. അവരുണ്ടാക്കിയതാണ് അവരുടെ എംപയർ. അല്ലേ? അവരുടെ മക്കൾ അതിന്റെ ഗുണം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാരന്റ്സ് നല്ല പൊസിഷൻ, നല്ല ഈവൻ നല്ല പൊസിഷൻ ഉള്ളവരാണെങ്കിലോ അല്ലെ നല്ല റിച്ച് ആയിട്ടുള്ളവരുടെ മക്കൾ അത്രയ്ക്കൊന്നും സക്സസ്ഫുൾ ആകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കാരണം എന്താ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഇതാണ്. അച്ഛൻ അല്ലെങ്കിൽ ആ ഒരു ബില്യനെയർ, വെദർ ഇറ്റ് ഈസ് മദർ ഓർ ഫാദർ ഹൂവർ ഇറ്റ് ഈസ്, അവര് വളരെ ഈ പറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നുപോയ ആൾക്കാരാണ്. ജീവിതത്തെ നശിപ്പിക്കും, സ്വന്തം ജീവിതം നശിക്കും എന്ന് തിരിച്ചറിയുന്ന ആ ഒരു മൊമെന്റിലൂടെ കടന്നുപോയവരാണ്. അവർ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണ്. അവര് ആ ഒരു അവരെ എരിക്കാൻ പോകുന്ന ആ തീയെ അവര് ഓവർകം ചെയ്ത് ലൈഫിന്റെ ഈ പൊസിഷനിൽ എത്തിയ ആൾക്കാരാണ് അവർ. അവർക്ക് അവരുടെ കാറ്റലിസ്റ്റ്, അവരുടെ എന്താ പറയുന്ന ആ ഒരു വെടിമരുന്ന് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം. പക്ഷെ അത് അവരുടെ മക്കൾക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് ലൈഫിൽ എല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് വീടുണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു, എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. അവർക്ക് ജോലി ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. ബിക്കോസ് അവർക്ക് എല്ലാം ഉണ്ട് മുന്നിൽ. അതുകൊണ്ട് അവരെന്താ ഒന്നിനും കൊള്ളാത്ത പഴങ്കഞ്ഞികളായി പോകുന്ന ഒരുപാട് കോടീശ്വരന്മാരുടെ അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗസ്ഥരുടെ മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട്
പാരമ്പര്യമായിട്ട് പണമില്ലെന്നോ അച്ഛനും അമ്മയ്ക്കും പണമില്ലെന്നോ അല്ലെ എന്റെ ചേട്ടൻ പൈസ തന്നില്ല അല്ലെ എന്റെ അനിയൻ പൈസ തന്നില്ല അല്ലെ എന്റെ സിസ്റ്റർ തന്നില്ല അവർ തന്നില്ല ഒന്നും പറഞ്ഞിട്ട് ആരെയും പഴിക്കണ്ട. രക്ഷപ്പെടണോ സ്വയം രക്ഷപ്പെടണം. നമുക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് ഒരാൾക്കും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല. നമുക്ക് മാത്രമേ നമ്മളെ 101% എല്ലാ കുറവുകളും അറിഞ്ഞ് എന്റെ എല്ലാ നല്ലതും ചീത്തയും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ 100% സിൻസിയറായിട്ട് സ്നേഹിക്കാൻ എനിക്ക് മാത്രമേ പറ്റൂ. ഇമ്പോർട്ടന്റ് ആയ കാര്യം, നമ്മളെയാണ് നമ്മൾ ലോകത്ത് ഏറ്റവും ആദ്യം സ്നേഹിക്കേണ്ടത്. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. അതാണ് ഫസ്റ്റ് നിങ്ങളുടെ മന്ത്ര. ജീവിതത്തിൽ നിങ്ങൾ ആദ്യം എഴുതി വെക്കേണ്ട മന്ത്ര സ്വയം സ്നേഹിക്കുക. സ്വന്തം നിന്നെ സ്നേഹിക്കും നീ ആദ്യം, എന്നിട്ട് പിന്നെ മറ്റുള്ളവർ സ്നേഹിക്കാതിരിക്കുക, അതൊക്കെ അവരുടെ കാര്യം. ഈ ലോകത്ത് ഒരാൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും നമുക്ക് നമ്മളുണ്ട്. നമുക്ക് കണ്ണില്ലേ, വായില്ലേ, നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലേ, ഒന്നുമില്ലെങ്കിലും ഈ ഒരു വീഡിയോ കാണാനുള്ള ഫോണും നെറ്റും നിങ്ങളുടെ കയ്യിലില്ലേ? അത്രയും ബെറ്റർ സാഹചര്യത്തിലല്ലേ നമ്മൾ ഇതുപോലും ഇല്ലാത്ത എത്രയോ ആൾക്കാർ ജീവിക്കുന്ന ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം സഹായിച്ച് ഇത്രയും ലക്ഷറി നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടില്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ നോക്കണ്ടേ. ഓക്കെ, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യും. എനിക്ക് പറഞ്ഞു തരണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ആദ്യം മക്കളെ വേണ്ടത് സ്വന്തമായിട്ടൊരു ഡ്രീം. നിന്റെ ഡ്രീം എന്താണ്? നിന്റെ ഡ്രീം നിനക്ക് എന്താവാൻ, എന്താണ് നിനക്ക് നിന്റെ ലൈഫ് കൊണ്ട് നീ അച്ചീവ് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നത്? നിനക്ക് എന്താ വേണ്ടത് ലൈഫിൽ? നിനക്ക് പണമാണോ വേണ്ടത്? നിനക്ക് നല്ല വിദ്യാഭ്യാസമാണോ വേണ്ടത്? അതോ നല്ല ഒരു ജോലിയാണോ വേണ്ടത്? അല്ല ആൾക്കാരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആണോ വേണ്ടത്? നല്ലൊരു ബിസിനസ് ആണോ നിനക്ക്? ബിസിനസ്സുകാരനാവുകയാണോ വേണ്ടത്? അല്ല നിന്റെ അച്ഛനും അമ്മയ്ക്കും പ്രൗഡ് ആവാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആണോ നിനക്ക് ലൈഫിൽ? എന്താ നിനക്ക് ലൈഫിൽ വേണ്ടത്? ഇപ്പോ എന്റെ പ്രയോറിറ്റി ആയിരിക്കില്ല നിങ്ങളുടെ പ്രയോറിറ്റി. എനിക്ക് ലക്ഷറിയസ് ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ മറ്റൊരാൾക്ക് ചിലപ്പോ ഒരു കുഞ്ഞു വീട്, ഒരു ഭാര്യ അല്ലെ ഭർത്താവ്, 2 മക്കള്, സമാധാനമായിട്ടൊരു ജീവിതം, ഒരു കുഞ്ഞു കാറ്, ഒരു ദിവസം അല്ലലില്ലാതെ ആരും കടം മേടിക്കാതെ കറക്റ്റായിട്ട് വരുന്ന വരുമാനം, അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് അവരുടെ ഡ്രീമാണ്, അത് അവരുടെ ഗോളാണ്, അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം ആയിരിക്കും അത് മതി. എന്തും ആയിക്കോട്ടെ. ഇപ്പൊ നിനക്ക് ലൈഫിൽ നല്ല ഇത്ര മാർക്ക് മേടിച്ച് നിനക്ക് പാസ്സാവണം, അതാണ് നിന്റെ ഡ്രീം. ഓക്കെ, അതാണ് നിന്റെ ഡ്രീം. നീ ഇന്ന് ചെയ്യേണ്ട ഒരു ചെറിയ ബുക്ക് സെറ്റാക്കുക. ഒരു ബുക്ക് മേടിക്കും. ആ ബുക്കിന് ഇത്ര ഇപ്പൊ കുറെ നാളുടെ ബുക്കൊന്നും മേടിക്കാറൊന്നുമില്ല, എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ബുക്കിന് വളരെ ചെറിയ പൈസ ഉണ്ടാവും. അല്ലെങ്കിൽ വേണ്ട പഴയ ബുക്ക്, ഏതെങ്കിലും പിള്ളേരുടെ പഴയ ബുക്ക് മേടിക്കും, എഴുതി വെക്ക് നിന്റെ ഡ്രീം. ഡേ 1 നിന്റെ ഡ്രീം എന്താണ്? നിനക്ക് ലൈഫിൽ എന്താ ആവട്ടെ, നിനക്ക് എന്താ ലൈഫിൽ വേണ്ടത്, അത് നീ തീരുമാനിക്കും. എഴുതി വെക്ക്. എഴുതി വെച്ചിട്ട് ഇനി ഇത് ആരെയും കാണിക്കരുത്. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. പാരന്റ്സിനെയോ നിന്റെ പാർട്ട്ണറിനെയോ ലവറിനെയോ ഫ്രണ്ടിനെയോ അടുത്ത വീട്ടിലെ ചേച്ചിയോ ഒന്നും കാണിക്കരുത്. ഒരാളും അറിയണ്ട. അത് നിന്റെ മനസ്സിൽ ഒരു നെരിപ്പോടായിട്ട് അവിടെ കിടക്കട്ടെ. നിന്റെ മനസ്സിൽ നിന്നെ തന്നെ ഇരിക്കുന്ന ആ ഒരു ചെറിയ കനലായിട്ട് അത് അവിടെ കിടക്കട്ടെ. നിന്റെ ഡ്രീം, അത് നിന്റെ മാത്രം ഡ്രീം. അതൊരിക്കലും നിന്റെ പാരന്റ്സിന്റെ ഡ്രീം അല്ല, നിന്റെ മക്കളുടെ ഡ്രീം അല്ല, നിന്റെ വൈഫിന്റെയോ ഹസ്ബൻഡിന്റെയോ നിന്റെ സിസ്റ്റർ ബ്രദർ ആരുടെയും ഡ്രീം അല്ല, നിന്റെ മാത്രം ഡ്രീമാണ്. അത് അവിടെ കിടക്കട്ടെ. ഇനി ബുക്കിൽ എഴുതാൻ പറ്റത്തില്ല, ആരെങ്കിലും കാണും, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോണിൽ ഫോണില്ലേ ഒരുപാട് ആപ്ലിക്കേഷൻ, ചുമ്മാ പ്ലേ സ്റ്റോറിൽ പോയി നോട്ട്ബുക്ക് അങ്ങനെ എന്തൊക്കെയോ ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ എഴുതി വെക്ക്. അത് ലോക്ക് ചെയ്യാൻ പറ്റും. ആ ആപ്പ് ലോക്ക് ചെയ്യാം, ആർക്കും കാണാൻ പറ്റത്തില്ല. ഹൈഡ് ചെയ്ത് വെക്ക് വേണമെങ്കിൽ. ഡെയിലി എടുത്തിട്ട് അതിൽ എഴുതി വെക്ക്. നിന്റെ ഡ്രീം എഴുതി വെക്ക്. ഇതാണ് നിനക്ക്. ഞാൻ പറയാം മക്കളെ, ഞാൻ എന്റെ ലൈഫിൽ ഒന്നും അല്ലാതിരുന്ന സമയത്ത് വെറും 200 രൂപ ദിവസ ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞാൻ കണ്ട ഡ്രീം ആയിരുന്നു മാസം ഇത്ര രൂപയുടെ ശമ്പളം. അങ്ങനെ 18,000 രൂപയ്ക്ക് എനിക്ക് ജോലി കിട്ടി വിത്തിൻ 6 months. അവിടെ നിന്നിട്ട് എന്റെ ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഒരു 60,000 70,000 രൂപയുടെ സാലറിയുള്ള ജോബ് വേണമെന്ന്. വിത്തിൻ 1 year അത് ഞാൻ അച്ചീവ് ചെയ്തു. അവിടെ നിന്നിട്ട് എന്റെ ആഗ്രഹം എനിക്ക് സ്വന്തമായിട്ട് എന്റെ എന്ന് പറയുന്നത് എനിക്കൊരു വീട്. ഞാൻ താമസിച്ചിരുന്നത് ഒരു കോൺവെന്റിലായിരുന്നു. ഒരു ചെറിയ മുറിയും ഒരു കട്ടിലും മാത്രം. ഭക്ഷണമൊക്കെ കണക്കായിരുന്നു. രാവിലെയും ഉച്ചയ്ക്ക് അങ്ങനെ മാത്രം കഴിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു. ബാക്കി പൈസ മൊത്തം വീട്ടിൽ അയച്ചു കൊടുക്കും. കടമാണെന്നേ, വീട് മൊത്തം കടമാണ്. വീട്ടിൽ കടക്കാർ വന്ന് ഇരിക്കുകയാണ്. എൻജോയ് ചെയ്യാനൊന്നും സമയം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം വീട്ടിൽ അയച്ചു കൊടുക്കുമായിരുന്നു. ഉള്ള പൈസക്ക് ജീവിച്ചിരുന്ന കാലത്ത് എന്റെ ഡ്രീം ആയിരുന്നു എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊരു വീട്, എന്റെ സ്വന്തമായിട്ടൊരു കട്ടില്, എന്റെ കട്ടിലിന് ഓപ്പോസിറ്റ് എനിക്കൊരു TV, എനിക്കൊരു ഫ്രിഡ്ജ്, എനിക്കൊരു ഡൈനിങ് ടേബിൾ, എന്റെ എന്ന് പറയാനായിട്ട് എനിക്ക് കുറച്ച് നല്ല വസ്ത്രങ്ങള്, ഒത്തിരി വിലയുടെ ഒന്നുമല്ല, പക്ഷെ ആരും കണ്ടാലും കളിയാക്കാത്ത വസ്ത്രങ്ങള്. ഞാൻ
ഈ 60,000 രൂപയ്ക്ക് ഞാൻ ജോലി 60 അല്ല 70,000 രൂപ ഞാൻ ജോലി ചെയ്യുമ്പോഴും എനിക്ക് നല്ല വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ പഴയ സാരി കൊടുത്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പുതിയ മേടിക്കാനുള്ള അവസ്ഥയില്ല. കാരണം ഒരു 1000 രൂപയുണ്ട് അത് വീട്ടിൽ അയച്ചു കൊടുത്താൽ ഒരാളുടെ കടം തീരുമല്ലോ. അതാണ് അന്ന് ചിന്തിച്ചിരുന്നത്. അതുപോലെ എന്റെ സഹോദരൻ പഠിക്കുക. കുഞ്ഞാ, അവൻ ഭയങ്കര കുഞ്ഞാ, എന്നെക്കാൾ ഒത്തിരി ഇളയതാ. അവനെ പഠിപ്പിക്കണം. അച്ഛനും അമ്മയ്ക്കും വയ്യ. അതിനിടയ്ക്ക് അമ്മയ്ക്ക് പാരലൈസ്ഡ് ആയി. അച്ഛൻ അറ്റാക്ക് വന്നു. എല്ലാം ഞാൻ തന്നെയല്ലേ നോക്കുന്നേ. അതുകൊണ്ട് നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ പക്ഷെ അന്ന് ഞാൻ ചെയ്ത ഡ്രീം ആയിരുന്നു അത്. വിത്തിൻ 1 ഇയർ എനിക്കത് കിട്ടി. ഞാൻ പിന്നെ അടുത്ത് ഞാൻ ഡ്രീം ചെയ്തത് ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള ഒരു 2 മുറി ഫ്ലാറ്റില് എന്റെ സ്വന്തം കട്ടില് നേരെ ഓപ്പോസിറ്റ് 50 ഇഞ്ചിന്റെ TV. അതിന് അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ അടുത്തത് മാനിഫെസ്റ്റ് ചെയ്തത്. എന്റെ സ്വന്തമായിട്ടൊരു വീട്, എനിക്ക് സ്വന്തമായിട്ടൊരു കാറ്, എനിക്ക് സ്വന്തമായിട്ട് ബാങ്ക് ബാലൻസ്, സ്വന്തമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു ജോബ്, സെക്യൂർഡ് ആയിട്ടുള്ള ജോബ് വിത്ത് 1 lakh പ്ലസ് സാലറി. ഇപ്പോൾ സാലറി കുറെ കൂടി, 2 lakhs അടുത്ത് സാലറി ഉണ്ട്. അത് ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഡ്രീം ചെയ്തേ. 5 years എടുത്തു. ഈ പറഞ്ഞ എല്ലാം എനിക്ക് അച്ചീവ് ചെയ്യാൻ 5 years എടുത്തു. എല്ലാം ഞാൻ അച്ചീവ് ചെയ്തു. പക്ഷെ ജോബ് എനിക്ക് നെക്സ്റ്റ് ഇയർ കിട്ടി. നെക്സ്റ്റ് ഇയർ എനിക്ക് ജോബ് കിട്ടി. ജോബ് കിട്ടിക്കഴിഞ്ഞ ഉടനെ ഒന്നും നമുക്കിതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ലോണാണ് അതൊക്കെയാണ്. പക്ഷെ ആസ്തിയുണ്ട്. 1 കോടിക്ക് മേലെയുള്ള വീടുണ്ട്, കാറുണ്ട്, സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. 5 വർഷം കൊണ്ട് ഞാൻ അച്ചീവ് ചെയ്തു. 5 വർഷം ഞാൻ എന്തൊക്കെ വേണം ഞാൻ ലൈഫിൽ ആഗ്രഹിച്ചോ അതെല്ലാം, ഇൻക്ലൂഡിങ് ലവിങ് പാർട്ട്ണർ, നല്ല ഫാമിലി, അവരുടെ ഫാമിലി, എന്റെ ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കും. അമ്മയ്ക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ എല്ലാം എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റി. എല്ലാം വിത്തിൻ 5 years ഐ കുഡ് അച്ചീവ് എവറിത്തിങ് ഐ എവർ വാണ്ടഡ് ഇൻ ലൈഫ്. തീർന്നിട്ടില്ല മക്കളെ, തീർന്നിട്ടില്ല. ലൈഫിൽ ഒന്നും തീർന്നിട്ടില്ല. എന്റെ ലൈഫിൽ ഇനിയാണ് റിയൽ സ്റ്റോറി തുടങ്ങാൻ പോകുന്നത്. ഞാൻ എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. ഇനിയുള്ള 5 yearsൽ എല്ലാം ചേഞ്ച് ആകും. ഇപ്പോഴുള്ള സാഹചര്യം ആയിരിക്കത്തില്ല. ഇനിയുള്ള 5 yearsൽ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചേഞ്ച് ആകാൻ പോവാണ്. ഞാൻ എന്റെ അടുത്ത ഡ്രീമിലേക്ക് പോവാണ്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വർക്കും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തായാലും അപ്ഡേറ്റ് ചെയ്തിരിക്കും. അപ്പോഴത്തേക്കും എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഞാൻ അപ്പോഴത്തേക്കും എത്താം. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കും. അപ്പോ ഇന്ന് എഴുതി വെക്ക്, ബുക്കിൽ എഴുതി വെക്ക്, അല്ലെങ്കിൽ ഫോണിൽ എഴുതി വെക്ക്, നിന്റെ ഡ്രീം എഴുതി വെക്ക്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഒരുപാട് നേരമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും.